ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈഗു സുഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വസന്തോത്സവം കാണിക്കാനാണ് കേട്ടോ. അവിടുത്തെ കുറച്ച് ലൈറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ യാത്ര ഞങ്ങൾ പോയത്. അതെ, നമ്മൾ നേരെ എവിടെ എത്തി? നമ്മളിതിപ്പോൾ റോഡുണ്ടല്ലോ, നമ്മൾ കവടിയാർ കഴിഞ്ഞിട്ട് നമ്മുടെ സൂലോട്ടുള്ള റോഡിലോട്ട് കയറി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോലീസ് ആസ്ഥാനം റോഡിലോട്ട് കയറിയതിന് ശേഷം ഒരു ഇടവഴിയിൽ കൊണ്ട് നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ദൈവമേ ഭയങ്കര തിക്കും തിരക്കുമല്ലേ. മീനൂട്ടിനൊക്കെ തള്ളിയിട്ടുണ്ടാണ് ആൾക്കാർ. കച്ചവടക്കാരൊക്കെ 2 സൈഡും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ ഐറ്റം സാധനങ്ങളും ബലൂൺ ഉൾപ്പെടെ നമ്മളൊരു ഉത്സവ പ്രതീതി തന്നെയാണ്. നമ്മൾ നേരെ ഇതെല്ലാം നമ്മൾ കണ്ടതിൻ്റെ ഇതൊക്കെ വഴിയിലുള്ള ലൈറ്റുകളാണ്. ഈ കവടിയാർ നമ്മുടെ ഈ സൂവിൻ്റെയൊക്കെ അടുത്ത് ഇട്ടിരിക്കുന്ന പ്യുവർ വൈറ്റ് ലൈറ്റ്, ഗോൾഡൻ ലൈറ്റ് അല്ല, ഫുൾ പ്യുവർ വൈറ്റ് ലൈറ്റ് ആണ്. നമ്മൾ എൻട്രി പാസിൻ്റെ അവിടെ എത്തി. എൻട്രിയിൽ അവിടെ എത്തിയപ്പോൾ 2025 സ്വീകരിക്കുന്നതിനായിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു ടിക്കറ്റ് എടുത്തു. വലിയ ആൾക്കാർക്ക് 50 രൂപയും 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയാണ്. നമ്മുടെ മീനുകുട്ടിക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു, ടിക്കറ്റ് വേണ്ട. പിന്നെ ഇത് തുടങ്ങിയത് ഡിസംബർ 25 ഉദ്ഘാടനം കഴിഞ്ഞു. ജനുവരി 3 വരെയാണ് ഈ ലൈറ്റ് ഷോ ഇവിടെ ഉള്ളത് കേട്ടോ. ന്യൂ ഇയർ പ്രമാണിച്ചിട്ടതാണ്. അതിൻ്റെതായ തിക്കും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെയോ അങ്ങ് അകത്ത് കയറി പറ്റിയില്ല. ഒരിടത്തു നിന്ന് നേരെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആളൊന്നും ഇല്ലാത്ത സമയത്ത് വന്നാലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോഴും നമ്മളെന്തായാലും നമുക്ക് കയറി. പക്ഷേ കയറി ഒരു പരുവത്തിന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. നമ്മളെ കൂട്ടുകാർക്ക് വീഡിയോ കാണിക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ. എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കണം എന്നുള്ളതുകൊണ്ട് മാക്സിമം ഞങ്ങൾ വീഡിയോ എടുക്കാൻ നോക്കി. പിന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, അല്ലേട്ടാ. 2 സൈഡും നമ്മൾ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും മാക്സിമം 2 സൈഡും എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും വിട്ടു പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് ലോങ് ആണ്ടെന്ന് വിചാരിച്ചു കുറേയൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തു. ഇതാ നമ്മുടെ ഇവിടെ ഒരു ആൽബം പോലെ നമ്മുടെ എന്താണ് ഫോട്ടോ ഫ്രെയിം, അതാ മീനുടെയും വാവച്ചയും നിർത്തി ഫോട്ടോ ഫ്രെയിമിൽ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ പോയപ്പോൾ കൂണുകളൂടെ കളി തന്നെയാണ്. ഒരു സെക്ഷൻ കുറേ അതങ്ങനെ കേട്ടോ ചെയ്തേക്കുന്നത്. അടിപൊളി തന്നെ. അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡാണല്ലേ. അതെ. പിന്നെ ഇത് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി തന്നെയാണ്. നമ്മളങ്ങനെ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു പാമ്പിൻ്റെ തല കാണും. അപ്പം ഞാൻ പറഞ്ഞു നേരെ ഓടിക്കേറിക്കോ പാമ്പിൻ്റെ തലയിലും. നല്ല ലൈറ്റാണ് കേട്ടോ. പാമ്പിൻ്റെ വാക്കകത്തൂടെ അങ്ങനെ മീനുട്ടിയും വാവച്ചിയും ഒക്കെ അങ്ങ് നടന്ന് കയറി. കൂടെ ഞാനും വീഡിയോ എടുത്തോണ്ട് കൂടെ അങ്ങ് കയറിപ്പോയി. അടിപൊളി തന്നെയാണ് കേട്ടോ. സൂപ്പർ അല്ലേ മീനുട്ടി? ആ തലക്കകത്തൂടെ കയറി പോയിട്ട് എങ്ങനെ പാമ്പിനകത്ത് കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എഴയുന്നുണ്ടോന്ന് മീനുട്ടി എഴയുന്നുണ്ടോന്ന് നോക്കി നോക്കി പോവുകയാണ്. നിങ്ങൾ നടക്കുന്നതാണ്, ഇവര് നടക്കുന്നതാണ്, അത് എഴയുന്നതല്ല. ലൈറ്റ് പോകുന്നുണ്ടോ ഇങ്ങനെ. അതാണ് അവര് എഫക്റ്റ് കാണിക്കുന്നത്. നേരെ തൊട്ടിപ്പുറത്തെ റൗണ്ടിലൂടെ പുറത്തിറങ്ങി ഞാൻ. എന്നിട്ട് അതിന്റെ ബാക്ക് വാല് നിങ്ങൾക്ക് കാണിക്കണമല്ലോ. അപ്പോൾ പാമ്പിൻ്റെ വാലും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. കൂട്ടുകാർക്ക് വാലൊക്കെ കാണിക്കണമല്ലോ. അതുകൊണ്ട് എല്ലാം പാമ്പിൻ്റെ വാലൊക്കെ കാണിച്ചു. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരു അടിപൊളിയല്ലേ. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ അത്. നേരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കുറേ വെള്ള ലൈറ്റ്, ഈ സൈഡെല്ലാം വെള്ളയാണ് കേട്ടോ. ബ്ലൂ കളർ നമ്മളെ കങ്കാരു പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ ലൈറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പന്നി, കങ്കാരു അവിടെ ലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആഹാ, കണ്ടില്ലെന്ന് വിളിച്ച് ഞാൻ പറയുമ്പോഴത്തേക്ക് ഒന്നും മൈൻഡ് ചെയ്യാതെ ക്ഷീണിച്ചെന്ന് പറഞ്ഞോണ്ടേ കുറ്റിച്ചെടികളുണ്ടോ? അതെല്ലാം വെള്ളമാണ്. അതെ അതെ. അത് കഴിഞ്ഞിട്ട് ആ മരത്തിലൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് മഴ ചെയ്ത് ഇങ്ങനെ. അതെ, മഴത്തുള്ളി നമ്മുടെ മഞ്ഞിന്റെ തുള്ളി വീഴുങ്ങനൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. മഞ്ഞത്തുള്ളിയാണ്. പിന്നെ നോക്കി നമ്മുടെ മഞ്ഞു മനുഷ്യൻ, അതൊക്കെ ലൈറ്റിൽ സൗകര്യം. അകത്ത് കയറാൻ പറ്റത്തില്ല. അകത്ത് കയറി ശരിയാവത്തില്ല എന്നുള്ളത്. മിക്ക സ്ഥലങ്ങളും കയറുകൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് പോവാതിരിക്കാൻ. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുഹമ്മദ് റിയാസും അവരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിവിടെയും ഒരു ബാത്റൂമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ലേഡീസിനും ജെൻസിനും ഒക്കെ ആയിട്ട്. പക്ഷെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അവിടെ.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കി ഐ ലവ് യുൻ്റെ നമ്മൾ അത് വേറൊരു എക്സ്പീരിയൻസ് ഒരു വേറെ ലെവലല്ലേ. പൊക്കത്തിലാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത്. നമ്മുടെ ടോപ്പിലായിട്ടാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ഫോട്ടോ ഫ്രെയിം, ലൈവ് സ്കെച്ച്, നമ്മുടെ ഈ ശരീരത്തിലൊക്കെ സ്കെച്ച് അടിക്കുന്നതിൻ്റെ ഒരു അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി, പിന്നെ നമ്മുടെ ജില്ലാ ശുചിത്വ മിഷൻ തിരുവനന്തപുരം അവരുടെ ഒരു ചെറിയൊരു ഷോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലേസർ സിസ്റ്റം ലൈറ്റ്, അത് നിഴലുകൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഗെയിമുകൾ, നമ്മുടെ നാടൻ ഗെയിമുകളുണ്ടായിരുന്നു, നാടൻ കളികളും നാട്ടറിവും അത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റാറിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു, അതിലും എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ നോക്കിയപ്പോഴത്തേക്ക് എന്താ കാണുന്നു, നമ്മുടെ ന്യൂ ഇയറിൻ്റെയൊക്കെ ഒരു എന്താണ് ലൈറ്റ് സിസ്റ്റം, ലൈറ്റ് ചെയ്തേക്കുന്നത്. രണ്ട് തൂൺ ആർച്ചിൻ്റെ ഇടയിലൂടെ നമ്മൾ കയറി പോകുമ്പോഴത്തേക്ക് ന്യൂ ഇയറിൻ്റെ മാക്സിമം ഉള്ളതെല്ലാം നമ്മളെ കൂട്ടുകാരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി നമ്മുടെ രണ്ട് ആർച്ചിന്റെയും ഇടയിലൂടെ പോകുമ്പോൾ കാണുന്നതാണ് ദിനോസർ. നോക്കിയ ദിനോസർ അടിപൊളിയല്ലേ, ദിനോസർ സൂപ്പർ. ദിനോസറിന്റെ കണ്ണിനെ കാണാൻ പറ്റും, ലൈറ്റ് കൊണ്ട് ചെയ്തേക്കുന്നതാണ് മക്കളെ. അതിനകത്ത് നമുക്ക് കണ്ണൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അത് കഴിയുമ്പോൾ നോക്കി ഒരു ക്യൂബ് പോലെ ഒരു ഇത് ചെയ്ത് വെച്ചിരുന്നു അല്ലേ, പല ലൈറ്റിൽ ക്യൂബ് ചെയ്തിരുന്നു. ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി വെച്ചു. പക്ഷേ ഇവർക്ക് ഇതിൽ പറ്റിയൊരു അബദ്ധമുണ്ട്. ഈ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള എത്തുകൂടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ 2025 അവിടെ വന്നില്ലായിരുന്നു. എല്ലാവരും ആ അഭിപ്രായം അവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതെ, 2025 നമ്മൾ കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഞാൻ നോക്കി അങ്ങോട്ട് നടന്നു പോയപ്പോൾ 2025 ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കും. അതെ, അപ്പോൾ അത് അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ. അത് നമുക്ക് പറയണം. 2025 നീക്കണമായിരുന്നു. ഇത് നോക്കിയേ, അടിപൊളിയല്ലേ. പന്നിയാണോ അത്? എന്താണെന്ന് എനിക്ക് കരടി. പിന്നെ നോക്കി നമ്മളെ ഗ്ലോബിന്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് വെച്ചു. ഗ്ലോബ് നമ്മൾ കയറാൻ വേണ്ടി അവിടെ നിൽക്കുന്ന അവര് ഗേറ്റിലോട്ട് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ്. അത് സത്യം. കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ നമ്മളിവിടെ വന്ന് ഇവര് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഞാൻ പിന്നെ കുറേ കഷ്ടപ്പെട്ടാണ് അവരെ കണ്ടുപിടിച്ചത് കേട്ടോ. ഇപ്പം ചിരിക്കുന്നു, അപ്പോഴും കരച്ചിലായിരുന്നു. പിന്നെ ഇത് ഫ്രെയിമാണ് കേട്ടോ. ഇത് നമ്മുടെ ക്രിസ്മസ് ഫ്രെയിമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് വൈറ്റ് ലൈറ്റിനകത്ത് ചെയ്തിരിക്കുന്ന ലൈറ്റ് LED. അതിനകത്ത് ഫോട്ടോ എവർക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ഫോട്ടോ എടുത്തു, ഒരു ഫോട്ടോ എടുത്തു. അതെ, ഇവര് മുങ്ങി. ഇവര് നടന്ന് അവസാനം ഇവര് വേറെ ആരെയും കയ്യും പിടിച്ചോണ്ട് എവിടെയൊക്കെയോ പോയി. പിന്നല്ലാതെ അല്ല, സത്യം തന്നെ. നമ്മളൊന്നും പോയില്ല, അവിടെ നടന്നു. നമ്മൾ രണ്ടും തന്നെ നടന്ന. ഇവരെവിടെയൊക്കെയോ നടന്നു, നമ്മൾ കണ്ടില്ല. ഞാൻ അങ്ങനെ ഈ ഫ്രെയിമൊക്കെ ഞാൻ എടുത്തിട്ട് ഞാൻ നോക്കണം, ഇവരെ കാണാനില്ല. അവസാനം തിരക്കിടുന്ന് എന്തായാലും കണ്ടുപിടിച്ച്. ഫ്രെയിം കൊള്ളായിരുന്നു കേട്ടോ. ഇവിടത്തെ അടിപൊളി തന്നെയാണ്. ഫോട്ടോ പുൽക്കൂട് അടിപൊളിയായിരുന്നു. ഇതിനകത്ത് ഫ്രെയിമും പുൽക്കൂടും. അതെ, പുൽക്കൂട് നമുക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. വേറൊരു ലെവൽ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ സമീപ പ്രദേശങ്ങൾ അതിന് ചുറ്റാകെയാണ്. ഇതിനകത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ നമ്മുടെ എന്താണ് നടക്കുന്നത്, ഫ്ലവർ ഷോയും ഈ ലൈറ്റ് ഷോയും എല്ലാം നടക്കുന്നത്. ഫ്ലവർ ഷോ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിപ്പോൾ ലൈറ്റ് ഷോ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കാണുന്ന ലൈറ്റ് ഷോ, ഇതിൻ്റെ തിരക്കും കാര്യങ്ങളും. നമ്മൾ നേരെ മിൽമയുടെയൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. മിൽമയുടെ ഐസ്ക്രീം ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. മിൽമയുടെ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. മീനൂട്ടി കളിപ്പാട്ടം എന്നെ വിളിച്ചില്ല കേട്ടോ. എൻ്റെ മീനൂട്ടിക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. മീനൂട്ടിക്ക് ഒരു ഐസ്ക്രീം മതി എന്ന്. ഞാൻ ഐസ്ക്രീം തിരക്കി നടന്നിട്ട് കിട്ടിയതുമില്ല. ഞാൻ എന്നിട്ട് സർപ്രൈസ് ആയിട്ട് നമ്മുടെ എന്താണ് ഒരു ചെറിയൊരു ഒരു കളിപ്പാട്ടം എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ 30 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന സാധനം അവർ 100 രൂപയെന്ന്. ഞാൻ പറഞ്ഞു അണ്ണാ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു 80 രൂപയ്ക്കെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ പറഞ്ഞു 70 രൂപയെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. നമ്മളിഞ്ഞ് ഇറങ്ങി വന്നിട്ട് നമ്മളിവിടെ അടുത്ത് തന്നെ നമുക്ക് അതൊക്കെ 30 രൂപ കിട്ടുന്ന ഐറ്റമാണ്. പിന്നെ അതൊക്കെ എന്തിനാണ് നമ്മൾ അവിടെ വാങ്ങിക്കാന്ന് പറഞ്ഞ് കയറിയത്. അപ്പോഴും നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ തലയിൽ കയറുന്നവർ
നമ്മുടെ ഈ മതിലിന്റെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ് കേട്ടോ ഡബിൾ ഡെക്കർ ബസ് KSRTC. അത് വളരെ അടിപൊളിയായിരുന്നു അല്ലേ, കാണാൻ നല്ല സെറ്റപ്പ് സാധനം. കനകുന്നിന്റെ അടുത്തൊരു വീട് നമ്മൾ വീണ്ടും ഇടുന്നത്. കനകക്കുന്നിന്റെ ഒരു വീഡിയോ, നമ്മുടെ ഫ്ലവർ ഷോയിൽ ഒരു വീഡിയോ നമ്മൾ ഇതിന്റെ പിന്നാലെ തന്നെ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇന്നത്തെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് അടുത്തുള്ള എന്തിനാണ് കുത്തേണ്ടത്? മണി. ആ മണി. താങ്ക്സ് ഫോർ വാച്ചിങ്.